വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. بحمزة الكرار عم المصطفى أسد الإله وسيد الشهداء بحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء يا صاحب الوقت أسأل بحكم النيابة عنكم يا صاحب الوقت أطلب بحكم النيابة عنكم. എന്തൊക്കെയാണ് എല്ലാവരും നല്ല ചോറൊക്കെ ചെറാത്തായില്ലേ? ഇൽമിൻ്റെ വഴി ഉത്തമ വഴിയാണ്. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ കൂട്ടത്തിലിരിക്കുന്നതിൽ? കാരണം നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് നമ്മുടെയൊക്കെ വല്ല ഓട്ടവും വാങ്ങി തന്നിട്ട് ജോലിക്ക് അയച്ചിട്ട് 4 പൈസ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണോ നമ്മൾ ഈ വെള്ളക്കുപ്പായും തലയിക്കെട്ട് അണിയിച്ചിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്? നമ്മുടെയൊക്കെ വീട്ടുകാർക്ക് അറിയാം ഇൽമിൻ്റെ വഴി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ പാതയിലേക്ക് ആക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹു ഏത് പാതയിലേക്ക് ആക്കുന്ന പറഞ്ഞത്? ഇൽമിന്റെ പാതയിലേക്ക് ആക്കുന്ന പറഞ്ഞത്. വല്ലൊരുത്തനും വമ്പിച്ച ഖൈറിനെ അല്ലാഹു കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ പാതയിലേക്ക് അടുപ്പിക്കും. മാത്രാണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമില്ലേ? ഒരുത്തന് ഇൽമിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഇൽമ ആഗ്രഹിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ട ഈ ലോകം മുഴുവനും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും. എത്രത്തോളം? സമുദ്രത്തിന്റെ ആഴക്കടലിൽ നീന്തി കളിക്കുന്ന തിമിംഗൽ മുതൽ ഭൂമിയിലെ ചെറിയ ജീവിയായിട്ടുള്ള ഉറുമ്പ് വരെ നമ്മളെ പോലത്തെ ആളുകൾക്ക്, ഇൽമ തേടി വന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലും. പോരെ ഇൽമിന്റെ മഹത്വം അറിയാൻ ഇതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും വേണം നമുക്ക്? അതുകൊണ്ട് മക്കളെ, സ്വർഗത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവനെ അല്ലാഹു ഇൽമിന്റെ പാതയിലേക്ക് ആക്കും. അപ്പോൾ ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്വർഗത്തിലെ പാതയിലേക്ക് എത്തിയിട്ടാ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിക്ക് എത്തിയിട്ട് നമ്മൾ തിരിച്ചു വരിക. പക്ഷെ ഈ ലക്ഷ്യസ്ഥാനം എന്താണ്? സ്വർഗമാണ്. ഈ സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് പകുതിക്ക് വെച്ച് നമ്മൾ തിരിച്ചു വരിക. എന്താ നമ്മളെ അവസ്ഥ? അതുകൊണ്ട് മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇൽമിന്റെ പാത തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തമായിട്ടുള്ള പാത. നാം ഇൽമി തേടി പോകുന്ന അവസരത്തിൽ നമ്മൾ എപ്പോഴും 2 മലായിക്കത്തുകളുടെ ചിറകിന്റെ അടിയിലായിട്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുള്ളത്. ചില്ലറ അനുഗ്രഹമാണോ? എപ്പോഴും നമുക്ക് 2 ബോഡി ഗാർഡ് ഉണ്ടാവും. 2 മലക്കുകൾ അവരുടെ വലിയ ചിറകുകൾ വിടർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കാവൽ നൽകും. എന്ത് മനോഹരാണല്ലേ? അപ്പം മക്കളെ, നമ്മുടെ ഇൽമ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ വലിയൊരു ഖൈർ ചിന്തിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പാതയിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ കാലത്തെ മക്കള്, ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് മുമ്പ് ബാക്കി ഉസ്താദിന്റെ നസീഹത്തിൽ ഞാൻ ഒരു സംഭവം കേട്ടു. ബാക്കി ഉസ്താദിനോട് ഒരാൾ പറഞ്ഞ്, ഇപ്പോഴത്തെ പുറത്ത് കോളേജിൽ പഠിക്കുന്ന മക്കളൊന്നും എന്താകുന്നില്ല, ശരിയാവുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് പറയുന്നത് ബാക്കി. അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ വിദ്യാഭ്യാസമുള്ള ഒരാൾ പറയാണ് ബാക്കി ഉസ്താദിനോട്. മൂപ്പര് മൂല്യമായിരുന്നല്ലോ കേട്ടോ. മൂപ്പര് ബാക്കി ഉസ്താദിനോട് പറയാ, ഉസ്താദേ, ഇപ്പോഴത്തെ മക്കളെ ഒന്നും ഭൗതിക കോളേജിലൊന്നും അയച്ചിട്ട് ഒരു കാര്യമില്ല. ദീനും ഇസ്ലാമും കുറിച്ച് 5ന്റെ വിവരോ അതിനനുസരിച്ച് ജീവിക്കാൻ ഇപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും നടക്കുന്നില്ല പുറത്തുള്ള കോളേജിൽ. മൂപ്പര് പറയാ, ഉസ്താദേ, എനിക്കെന്താക്കണോ, എൻ്റെ മോനെയും കൂടി ഇങ്ങനത്തെ നല്ല മക്കളുടെ കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് ആരാ പറയുന്നേ? വലിയ വലിയ ബിരുദം എടുത്ത MA BA ഒക്കെ എടുത്ത വലിയൊരു ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളാ പറയുന്നത്. എന്ത്? എൻ്റെ മകനെ കൂടി ഇങ്ങനത്തെ ഉസ്താദിന്റെ പെരുമ്പറമ്പിലേക്ക് അയക്കണം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും സീറ്റ് റെഡിയാക്കി തരാമെന്ന് ഉസ്താദ് വേറെ പറഞ്ഞേ. അപ്പോൾ അത്രയും പ്രാധാന്യം ഇൽമിന് എന്താ കാലത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ ഒരുപാട് നേടുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുന്നുണ്ട്. പുറത്ത് പോയാൽ, കോളേജിൽ പോയാൽ പല തെറ്റുകളും നമ്മൾ പെടും. ഇപ്പോഴത്തെ കോളേജിലൊന്നും DJ പരിപാടി ഇല്ലാത്ത ഒരു കോളേജും ഇല്ല. ദുനിയാവി കോളേജ് ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ഡേക്ക് ഒരു DJ പാർട്ടി, പിന്നെന്താണ് ക്രിസ്മസിന്, ഓണത്തിന്, എല്ലാത്തിനും പരിപാടി. ആണും പെണ്ണും കലർന്നിട്ട് ഇങ്ങനെ ഡാൻസും പേക്കുത്തായിട്ട് പോവുകയാണ്. ഹറാമല്ലേ? നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഇവിടെ. അൽഹംദുലില്ലാ, നല്ല വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവും ധരിച്ച് അള്ളാഹു ഏറ്റവും ഖൈറാണെന്ന് പറഞ്ഞിട്ടുള്ള ഇൽമും പഠിച്ചിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മക്കളെ,
ഒരിക്കലും ഈ പാതയിൽ നിന്ന് വിട്ടു പോകരുത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മലക്കുകൾ ഇതാ നമ്മുടെ ഈ 2 ഭാഗത്തായിട്ട് ചിറക് വിരിച്ചിട്ട് നമുക്കിങ്ങനെ കാവൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ എന്താക്കരുത്, ഇവിടെ ഒന്നും പകുതിക്ക് വെച്ച് വന്നാലേ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ